ചില മെസ്സേജുകളെ നമ്മളെ ഭയങ്കരമായിട്ട് തകർത്ത് കളയും. എൻ്റെ അടുത്ത് ഒരു ദിവസം എൻ്റെ സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു, സാർ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം നോക്കും, ഒരു മെസ്സേജ് അതിൽ വന്ന് കിടപ്പുണ്ട്. ഞാനൊരു ലാഘവത്തോടെ നമുക്ക് മെസ്സേജസ് വരുന്നതെന്നല്ലേ, എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിലുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതൊരു അസ്വാഭാവികത മനസ്സിലായത്. ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് അയച്ചു, 36 വയസ്സുണ്ട് സാർ എനിക്ക്, ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായി. ആ സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ ഒരിക്കലെങ്കിലും ഒന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റെസ്പോണ്ട് ചെയ്തത്, നിങ്ങളെനിക്ക് മനസ്സിലാക്കി മടുത്തു എന്നാണ്. അങ്ങനെ ഈ സ്ത്രീ രാവിലെ എണീറ്റിട്ട് ഈ ചൂടാറിയിട്ട് ഇയാളുടെ അടുത്ത് ചെന്നപ്പോഴേക്കും അയാളുടെ ചൂട് അറിയുന്നു. അദ്ദേഹം തണുത്ത് മരിച്ചു പോയിരുന്നു എന്നാ പറയുന്നത്. കുറ്റബോധം കൊണ്ട് എനിക്ക് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റുന്നില്ല, എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടാണ് മെസ്സേജ് അയച്ചത്. മനുഷ്യന്മാരുടെ കാര്യം എത്രയല്ലേ ഉള്ളൂ അല്ലേ? 2 സമയങ്ങളിൽ നമ്മൾ മനുഷ്യന്മാരായിട്ട് അലമ്പുണ്ടാക്കിയത്, അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും. 1ാമത്തെ സമയം പറഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോഴാണ്. ഉറങ്ങുന്ന എല്ലാവരും എണീറ്റിട്ടുണ്ടാവും? ഇല്ല. നമ്മുടെ അറിയുന്ന കുറച്ച് പേരെങ്കിലും ഉറക്കത്തിൽ അറ്റാക്കൊക്കെ ആയിട്ട് മരിച്ചിട്ടുണ്ടാവും. അതുപോലെ പുറത്തിറങ്ങുന്ന സമയം, നിങ്ങളിപ്പോൾ യാത്ര ചെയ്ത് ഇങ്ങോട്ട് എത്തി, നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. കുറേ ആളുകളില്ലേ വീട്ടിൽ നിന്ന് യാത്ര പോയിട്ട് തിരിച്ചെത്താത്തത്. അത് മണാലിക്കും ഊട്ടിക്കൊന്നും പോകണമെന്നൊന്നുമില്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് വണ്ടി കൊണ്ട് പോകണമെങ്കിലും നമ്മൾ ആ സമയത്ത് നമ്മൾ മനുഷ്യന്മാരായിട്ട് അലമ്പുണ്ടാക്കരുത്. എനിക്കറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്, പക്ഷേ നമ്മളെ വേണ്ടപ്പെട്ടവർ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുക.